വർഷം ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാട്ടും പാടി ജയിക്കാമെന്ന യുനെസിന്റെ വ്യാമോഹം ഇപ്പോൾ കേന്ദ്രവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം തന്നെ അധികാരം പിടിച്ചെടുക്കാമെന്ന സ്വപ്നമായിരുന്നു യുനെസ് കണ്ടിരുന്നത്. എന്നാൽ അത് നടപ്പാകില്ല എന്നിപ്പോൾ വ്യക്തമായിരിക്കുകയാണ് കേന്ദ്രം. മാത്രമല്ല, കൊല്ലപ്പെട്ട യുവ വിദ്യാർത്ഥി നേതാവ് ഉസ്മാൻ ഹാദിയയെ കൊലപ്പെടുത്തിയ പ്രതികൾ മേഘാലയ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്നുവെന്ന വാർത്തയാകട്ടെ അത് ബംഗ്ലാദേശ് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് എന്നും ഇതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും ഇപ്പോൾ വ്യക്തമായ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്തിടെ തന്നെ മുൻ ഇന്ത്യൻ റോ ഏജന്റ് ലാക്കി ബഷ്ണ ഒരു ഞെട്ടിക്കുന്ന അവകാശവാദം നടത്തിയിരുന്നു. രാജ്യത്തെ ഭരണം കൈയടക്കാൻ ജമാഅത്തെ ഇസ്ലാമിയും യുനെസും ISIയും ഏതറ്റം വരെയും പോകുമെന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അവർ സ്വന്തം നേതാക്കളെ കൊല്ലുകയും അവാമി ലീഗിനും ഇന്ത്യക്കുമെതിരെ തന്നെ വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും ഇതിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിനു പുറമെ തന്നെ തീവ്രവാദി നേതാവ് ഹാദി സംഭവ സ്ഥലത്ത് തന്നെ വെടിയേറ്റു മരിച്ചുവെന്നും പക്ഷേ ബംഗ്ലാദേശ് സർക്കാർ അദ്ദേഹത്തിന്റെ മൃതദേഹം സിംഗപ്പൂരിലേക്ക് അവിടെ പ്രദർശനത്തിനായി അയച്ചു എന്നതുമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഹാദിയെ ഒരു ബലിയാടാക്കി എന്നൊരു ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥൻ പറയുന്ന വീഡിയോ അടക്കം ഇദ്ദേഹം അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിനു മുൻപേ തന്നെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിനെ ഇന്ത്യ വിരുദ്ധ തിരഞ്ഞെടുപ്പാക്കി മാറ്റി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എന്നിരുന്നാൽ പോലും യൂനസിന് എല്ലായ്പ്പോഴും തിരിച്ചടികൾ നേരിടേണ്ടി വരികയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ അതിക്രമങ്ങൾ നിരന്തരം അവഗണിച്ചുകൊണ്ട് യൂനസ് ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു വിരുദ്ധ തരംഗം അത് സൃഷ്ടിക്കാൻ പുതിയൊരു മാർഗം കണ്ടെത്താൻ ശ്രമിച്ചു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്നാൽ ആ കണ്ടെത്തിയ മാർഗമാകട്ടെ അത് വലിയ രീതിയിൽ പരാജയം ഏറ്റുവാങ്ങിയെന്ന് തന്നെ വേണം പറയാൻ. തീവ്രവാദി വിദ്യാർത്ഥി നേതാവ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിലെ 2 പ്രധാന പ്രതികൾ അയൽ രാജ്യമായ മേഘാലയയിൽ അഭയം തേടിയിട്ടുണ്ട് എന്ന് ബംഗ്ലാദേശ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനെ കെട്ടിച്ചമച്ചതാണ് എന്നും വലിയ രീതിയിൽ ദുരുദ്ദേശപരവുമാണ് ഇതിനെ കണക്കാക്കേണ്ടതെന്നാണ് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഈ അവകാശവാദത്തോട് തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. പ്രതികളെന്ന് സംശയിക്കുന്നവർ അവിടെ തദ്ദേശവാസികളുടെ സഹായത്തോടെയാണ് ഇന്ത്യയിലേക്ക് കടന്നതെന്നാണ് ബംഗ്ലാദേശ് പോലീസ് പറയുന്നത്. അതേസമയം അതിർത്തിയിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇന്ത്യൻ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരതയുടെയും പശ്ചാത്തലത്തിലാണ് ഈ സംഭവവികാസം നടക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തി നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും നിയമവിരുദ്ധമായ നുഴഞ്ഞുകയറ്റത്തിനുള്ള ഏതൊരു ശ്രമവും ഉടനടി കണ്ടെത്തി നടപ്പാക്കും എന്നതാണ് ഇപ്പോൾ BSF മേധാവി അടക്കം ഊന്നിപ്പറയുന്നത്. 32 വയസ്സുള്ള ഹാദിയുടെ കൊലപാതകത്തെക്കുറിച്ച് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണ് എന്നും മേഘാലയ DGP ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മകൻ താരിഖ് റഹ്മാൻ 17 വർഷങ്ങൾക്ക് ശേഷം രാജ്യത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. റഹ്മാന്റെ തിരിച്ചുവരവ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന വഴിത്തിരിവാണ്. രാഷ്ട്രീയ അസ്ഥിരതയും അവിടുത്തെ പ്രതിഷേധങ്ങളുടെ പുതിയ തരംഗവും നിലനിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഇത്തരം ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. അതേസമയം ഖാദിയ സിയയുടെ മകന്റെ തിരിച്ചുവരവ് മുഹമ്മദ് യൂനസിനും റാഡിക്കൽ ഗ്രൂപ്പുകൾക്കും സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഖാലിദ സിയ ഇന്ത്യയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും നല്ല ബന്ധം അത് ആസ്വദിക്കുന്നുണ്ട് എന്നതാണ് യുനെസിന്, അല്ലെങ്കിൽ അത്തരം ഒരു രീതി ഉണ്ടെന്നത് യുനെസിന് നന്നായി അറിയാം. ബീഗം ഖാലിദ സിയയുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി അടുത്തിടെ ആശങ്ക പ്രകടിപ്പിക്കുകയും ഇന്ത്യയിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായവും തങ്ങൾക്ക് ഉറപ്പ് നൽകും, അല്ലെങ്കിൽ അവർക്ക് ഉറപ്പ് നൽകുക അത്തരത്തിലുള്ള സഹായങ്ങൾ തങ്ങൾ നൽകുമെന്ന ഉറപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.